ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോളിലെ ടാക്സ് ഫയലിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്കായിട്ട്, അതായത് നമ്മൾ വേറൊരാളുടെ ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഓൺലൈനായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിദേശത്തായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, പോളണ്ടിൽ ഒരു 3 മാസത്തിലോ അല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് പോളണ്ടിൽ ടാക്സ് ഫയൽ ചെയ്യണം. അത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നോക്കാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ വിദേശത്തായിക്കോട്ടെ പോളണ്ടിലായിക്കോട്ടെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പോളണ്ടിൽ ടാക്സ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഡയറക്റ്റ്ലി നമ്മൾ എങ്ങനെയാണ് ടാക്സ് ഫയൽ ചെയ്യുന്നതെന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. സോ സ്റ്റാർട്ടിങ് ചെയ്ത് നമ്മൾ നേരെ ഇവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. നേരെ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്ന ശേഷം നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. സോ ഈ വെബ്സൈറ്റിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ 2 ഓപ്ഷനാണുള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ടാക്സ് പെസൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റഡ് പ്രൊഫൈൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ട്രസ്റ്റഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ബാങ്ക് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മൊബൈൽ വാലറ്റ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ലോഗിൻ ചെയ്യാൻ പോകുന്ന ട്രസ്റ്റഡ് പ്രൊഫൈൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണുന്ന ബാങ്കുകളെല്ലാം ഈ ഒരു നിങ്ങളുടെ ബാങ്ക് ID വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ടാക്സ് ഓഫീസിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ബാങ്ക് സാൻഡാൻഡ്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഗിൻ ID വെച്ച് ഞാൻ ലോഗിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാനിത് വെരിഫൈ ചെയ്ത് അങ്ങനെ നമ്മൾ പോർട്ടലിലേക്ക് എത്തുന്നതാണ്. വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റയർ ടാക്സ് ഹിസ്റ്ററിയും അതുപോലെ നിങ്ങളുടെ എൻ്റയർ ടാക്സ് പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് നിങ്ങൾ മുമ്പ് അടച്ച ടാക്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കൊല്ലത്തെ ടാക്സ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അതുപോലെ എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുമ്പ് എത്രയാണ് പേയ്മെൻറ്റ് ലഭിച്ചിരുന്നത്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ്, അങ്ങനെ നിങ്ങളുടെ A to Z കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. സോ വൺസ് നിങ്ങൾ യുവർ ഇപിറ്റ് എന്നുള്ള ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഒരു സബ്മിറ്റ് പിറ്റ് എന്നുള്ളൊരു ടാബിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഈ കൊല്ലത്തെ പിറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിയർ ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ടാക്സ് ഫയൽ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ പേരിൽ സബ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സോ വൺസ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരും. ഒന്നുമില്ലെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്പോസുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. സ്പോസുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടാക്സ് റിലീഫും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ടാക്സ് റിലീഫും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സോ ഇൻഡിവിജ്വലി ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എത്രയാണ് പിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്നും കൺഫേം ചെയ്യാവുന്നതാണ്. സോ വൺസ് നിങ്ങൾ നിങ്ങളുടെ എമൗണ്ട് അതുപോലെ തന്നെ കമ്പനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങൾ 2 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2ൻ്റെയും ഡോക്യുമെൻറ്റ്സ് വരുന്നതായിരിക്കും ഇവിടെ. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നേരെ കൺഫേം ചെയ്യുക, അക്സെപ്റ്റ് ആൻഡ് സെൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടാക്സ് ഓട്ടോമാറ്റിക്കലി തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ഡിഡക്റ്റ് ആവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ടാക്സ് പേയ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്തിൻ 5 ഡേയ്സിൽ തന്നെ ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. സോ വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സബ്മിറ്റഡ് ഡോക്യുമെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് സബ്മിറ്റ് ചെയ്തതും ഈ കൊല്ലം സബ്മിറ്റ് ചെയ്തതും എല്ലാ ഡീറ്റെയിൽസും പിറ്റ് 37 ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം എൻ്റെ 2020 മുതൽ ഞാൻ സബ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തത് 2025 അതായത് പ്രീവിയസ് ഇയറിലെ ടാക്സ് ആണ്. അതും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ TRC പർപ്പസിന് PR പർപ്പസിനെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ PDF. നേരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവ്യൂ ബട്ടണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള ഇലക്ട്രോണിക്കലി സബ്മിറ്റഡ് ആയിട്ടുള്ള UPO അതായത് ഒഫീഷ്യൽ കൺഫർമേഷൻ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഡോക്യുമെൻ്റ് വെച്ച് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ നേരെ അവിടെ നിങ്ങളുടെ സിറ്റി സെൻറ്ററിലുള്ള അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്ന അവിടെ ഡിസ്കൗണ്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങൾ TRC പർപ്പസിന് വേണ്ടിയെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്.
സോ ഇത്ര ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിറ്റ് അല്ലെങ്കിൽ ടാക്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.